അസ്സലാമു അലൈക്കും ഹായോൾ. അപ്പോൾ നമുക്കില്ല അരമണിക്കൂർ കൊണ്ട് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് റെഡി ആക്കിയാലോ. രണ്ട് നല്ല വലിയ അയില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മസാല പുരട്ടിയെടുക്കുക. അപ്പോൾ മീൻ മുട്ട ഒക്കെ എടുത്തിട്ടുണ്ട്, ഒന്നും മാറ്റി വെച്ചിട്ടില്ല. മഞ്ഞൾ, മുളക്, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നല്ലപോലെ മസാല പുരട്ടി അവിടെ മാറ്റി വെക്കാം. നമുക്ക് ആ ഒരു സമയത്ത് അരി കഴുകിയിട്ട് ഒന്ന് കുതിർത്ത് വെക്കാം. ഞാനിവിടെ ജീരകശാല അരി എടുക്കുന്നത്. ഇനിയിപ്പോൾ അതന്നെ വേണമെന്നില്ല. നമ്മളെ ചോറ് വെക്കുന്ന പൊന്നി അരി കൊണ്ടും ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. വേവിൻ്റെ സമയം കുറച്ച് മാറ്റം വരും. പൊന്നി അരി കുറച്ചുകൂടി വേവാൻ ടൈം എടുക്കുമല്ലോ, അതൊന്ന് നോക്കി ചെയ്താൽ മതിയേ. അപ്പോൾ 3 ഗ്ലാസ് ജീരകശാല അരി എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കി നമുക്ക് ആ കുറേ സമയമൊന്നും വേണ്ട. മസാല ഉണ്ടാക്കി എടുക്കുന്ന ആ ഒരു സമയം ഒന്ന് വെള്ളത്തിൽ അവിടെ സോക്കായി കിടന്നോട്ടെ. വേണമെങ്കിൽ സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരമണിക്കൂർ കൊണ്ട് അരമണിക്കൂർ കൂടി കുതിർത്ത് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇടിപിടിയെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ 2 വലിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അത്രയും മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യും വേണേ. അപ്പോൾ നമുക്കില്ലേ ഈ ഒരു അയല ഫ്രൈ ആക്കി മാറ്റി വെച്ച ആ ഒരു വെളിച്ചെണ്ണ തന്നെ നമ്മുടെ ഈ കട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ വഴറ്റിയെടുക്കണം. അതായത് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ അയലയുടെ തല ഒന്നും കളയുന്നില്ല കേട്ടോ. എല്ലാം കൂടി ഇടുമായിരിക്കും ആ ഒരു ചോറ് നല്ല ഫ്ലേവർ കിട്ടും. നമുക്ക് ചില ദിവസം ഉണ്ടാവുമല്ലോ കറിയൊന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ദിവസങ്ങളിൽ നമുക്ക് അടിപിടി എന്ന് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്താൽ പെട്ടെന്ന് ലഞ്ചാവുകയും ചെയ്യും, എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ മീൻ ഫ്രൈ ആക്കി മാറ്റിയിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച കുനുകുന അരിഞ്ഞ ഉള്ളി ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് ഉള്ളി നല്ലപോലെ വയന്ന് വന്നപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് മിക്സിയിൽ ക്രഷ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്ത് 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ അടച്ച് വെച്ചിട്ട് ഈ ഒരു തക്കാളി നല്ലപോലെ വയന്ന് വരട്ടെ. ആ ഒരു സമയത്ത് ഇപ്പുറത്തെ സ്റ്റൗവിൽ നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. ചോറ് റെഡിയാക്കാൻ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഗീ ഇട്ട് കൊടുക്കുക, അതോടൊപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് അതൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഞാനിവിടെ ഏലക്കയും ഗ്രാമ്പൂ ഒന്നും ചേർക്കുന്നില്ല, എൻ്റെ മക്കൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അപ്പം ഞാനിവിടെ പട്ട മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത്തിരി പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ വെള്ളം ഒഴിക്കുക. നിങ്ങൾ 3 ഗ്ലാസ് അരി എടുക്കുന്നെങ്കിൽ അതിൻ്റെ ഡബിൾ വെള്ളം എടുക്കുക. 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമല്ലേ നമ്മൾ എടുക്കുക. അങ്ങനെ അളന്ന് മെത്തേഡ് ചെയ്യണം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള ആ ഒരു മെഷറിങ് ഞാൻ വെള്ളമൊക്കെ അളന്നെടുത്തിട്ട് ഇത് പൊട്ടിയതിന് ശേഷം കുറച്ച് ദൂരത്ത് നിന്നിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ മേത്തൊക്കെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയും ഒഴിച്ച് കൊടുക്കട്ടോ. എന്നിട്ട് നമ്മളില്ലേ ഇതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആ വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്ക് വെറുതെ നിൽക്കാനില്ല. ഇപ്പുറത്ത് മീനിൻ്റെ മുള്ളൊന്ന് മാറ്റിയിട്ട് എടുക്കണം. അതായത് മുള്ളിൽ നിന്ന് വേർതിരിച്ചെടുക്കണമല്ലോ ഈ അയില. വലിയ അയിലയാകുമ്പോൾ സുഖം എന്ന് പറഞ്ഞാൽ അങ്ങനെ മുള്ളുണ്ടാവില്ല. അപ്പം പിന്നെ നമുക്ക് നല്ലതാണ്, ഈസി ആയിട്ട് എടുക്കാം. ചെറിയ അയിലയാകുമ്പോൾ നല്ലപോലെ മുള്ളുണ്ടാവും, അപ്പോൾ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതിയേ. പിന്നെ നല്ലപോലെ ഈ മസാലയിൽ നമ്മൾ വയന്ന് വന്ന ഉള്ളി, തക്കാളി ആ ഒരു ഇതുണ്ടല്ലോ അതിലേക്ക് ഈ അയിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒരു മസാലയാക്കി എടുക്കുക. ഇതിൽ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഒരു മസാല ഞാൻ മഞ്ഞൾ മുളകൊന്നും ചേർത്തിട്ടില്ല. ഈ വെള്ളത്തിൽ ആവശ്യമായിട്ട് ഉപ്പിട്ട് നമ്മൾ തിളച്ചിട്ട് ഉപ്പ് എരിവും ഒക്കെ പാകത്തിന് നോക്കാം. ചെറിയ എരിവ് മതി, കാരണം എന്താ വെച്ചാൽ മസാലക്ക് നല്ല എരിവുണ്ട്. പച്ചമുളക് ചേർത്തിട്ട് ഓൾറെഡി ഒരു മസാല സൈഡിലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ ചോറിട്ട് കൊടുക്കുക. കഴുകി വറുത്ത് ആ ഒരു കുതിർക്കാൻ വെച്ച അരി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കുക. സാധാരണ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന പോലെ നല്ലോണം വറ്റിച്ച് വെള്ളമൊക്കെ വറ്റി സെയിം ലെവലിൽ എത്തുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് മേലെ ഇട്ടൊന്ന് ദം ചെയ്ത് അടച്ച് വെക്കുക. അത്രേ പരിപാടിയുള്ളൂ. ഇനിയിപ്പോൾ ഇതേ റെസിപ്പി ചെമ്മീലും ചെയ്യാം, അയലയിലും ചെയ്യാം, കല്ലുമുക്കായ ഇട്ടിട്ട് ചെയ്യാം. നമ്മൾ അങ്ങനെ എല്ലാത്തിലും ചെയ്യലുണ്ട്, കൂന്തലിട്ടിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത്, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഫിഷ് കിട്ടുന്ന ആ ഒരു സമയത്ത് ഈ ഒരു മെത്തേഡ് ഇത് തന്നെ സെയിം മസാല കാര്യങ്ങളൊക്കെ. പക്ഷേ നമുക്ക് മീൻ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിയിട്ട് ചെയ്താൽ നല്ല ടേസ്റ്റി ആയിട്ട് അധികം കറികളൊന്നും ആക്കാൻ കഴിയില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇടിപിടി. ഇപ്പം നല്ല വലിയ അയില കിട്ടുന്നുണ്ട്, ഇപ്പോൾ സീസണാണെന്ന് തോന്നുന്നു. അങ്ങനെ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഇടയ്ക്കിടെ ഒന്ന് മറിച്ച് കൊടുക്കുക. ചോറ് വേവുന്ന ആ ഒരു ടൈം വരെ നമ്മളിങ്ങനെ അപ്പുറത്തപ്പുറത്ത് ഒരു 2 or 3 മറിച്ചില്ല, അത്ര മതിയേ. പിന്നെ ഇതിൽ കുറച്ച് ചെറുനാരങ്ങ നീര് ആ ഒരു സമയത്ത് നമ്മൾ അരി ചേർക്കുന്നതിന് മുമ്പേ തന്നെ ഒഴിച്ചു കൊടുക്കണേ. ഞാൻ ഇന്ന് എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ല, മല്ലിയില, കറിവേപ്പിലയില ഒന്നും ഇടാതെ വെച്ച ചോറാണ്. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറാണ്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചോറനുസരിച്ച് നമ്മൾ ഫിഷും നല്ലപോലെ ഇടണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് ഫിഷും കുറേ റൈസും ആകുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് സമയം കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.